നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്ര ചിത്രം കാണാം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്ത. ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ പുതിയ വഴിത്തിരിവ്. ദ്വാരപാലക ശില്പം സംസ്ഥാനത്തെ ഒരു കോടീശ്വരന് വിറ്റെന്ന് പ്രതിപക്ഷ നേതാവ്. ആരാണ് ആ കോടീശ്വരനെന്ന് CPM-ഉം സർക്കാരും വെളിപ്പെടുത്തണമെന്നും സതീശൻ. ദ്വാരപാലക ശില്പം വിറ്റിരിക്കുകയാണ്, കോടികൾക്ക് വിറ്റിരിക്കുകയാണ്. അത് ഏത് കോടീശ്വരന്റെ വീട്ടിലാണെങ്കിലും അത് എവിടെയാണെന്ന് CPM വെളിപ്പെടുത്തണം. നിയമസഭ സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ മുൻ ഉദ്യോഗസ്ഥരെ മാത്രം കുറ്റക്കാരാക്കി രക്ഷപ്പെടാൻ നീക്കം. ഹൈക്കോടതി ഉത്തരവിന് തൊട്ടു പിന്നാലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ശുപാർശയ്ക്ക് ദേവസ്വം ബോർഡ് യോഗം ചേരുന്നു. ഓപ്പറേഷൻ നുംഖോറിൽ കസ്റ്റംസ് പിടിച്ചെടുത്ത 33 വാഹനങ്ങൾ ഉടമകളുടെ സേഫ് കസ്റ്റഡിയിലേക്ക് മാറ്റി. ദുൽഖറിന്റെ ഉൾപ്പെടെ 6 വാഹനങ്ങൾ ഇപ്പോഴും കസ്റ്റംസ് കസ്റ്റഡിയിൽ. 2 ആഴ്ച കൊണ്ട് പിടിച്ചെടുത്തത് 39 വാഹനങ്ങൾ. ഗാസ സമാധാന ചർച്ചകളുടെ 1ാം ഘട്ടത്തിൽ ശുഭപ്രതീക്ഷ. ബന്ദികളെ വിട്ടയക്കുന്നതും പലസ്തീൻ തടവുകാരുടെ കൈമാറ്റവും മുഖ്യ വിഷയം. ചർച്ചയിൽ വലിയ പുരോഗതിയെന്ന് ഈജിപ്ഷ്യൻ മാധ്യമങ്ങൾ. മലപ്പുറത്ത് വികസന സദസ്സിൽ UDF നിലപാട് തള്ളി മുസ്ലിം ലീഗ്. മംഗളത്തിന് പിന്നാലെ സദസ്സ് സംഘടിപ്പിച്ച് മൊറയൂർ, കീഴാറ്റൂർ പഞ്ചായത്തുകൾ. ഭരണ നേട്ടം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗമെന്ന് ലീഗ് നിലപാട്. നേതൃത്വം ചർച്ച ചെയ്യുമെന്ന് UDF ജില്ലാ ചെയർമാൻ.